ഹായ്, പുതിയ ഈവനിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. അർണാസിന്റെ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. പുതിയ ഈവനിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. പോയിട്ട് ആള് വഴിക്ക് പോയി. ആൻഡ്രോസ് ഇവിടെ വചനം ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ്രോസ് വചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വചനപ്പെട്ടിയിൽ നിന്ന് വചനം എടുത്ത് വായിക്കറിയാത്ത ആള് നോക്കിയിട്ട് എടുത്ത് വയ്ക്കുന്നു. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അർണോസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അർണോസ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ അവനൊരു ചെറിയ വർക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അവൻ സ്വന്തമായി പണിയെടുക്കാൻ പോവുകയാണ്. ദൂരി പോന്നു ഗൈസ്, ദൂരി പോന്നു. അർണോസാണ് എന്ത് ചെയ്യുന്നത്? അത് റിപ്പയർ ചെയ്യുന്നത്. നോക്കൂ ഗൈസ്, സ്വന്തമായി സ്ക്രൂ ഡ്രൈവർ എടുത്ത് സ്വന്തമായി ടൈറ്റ് ചെയ്യണം. ആ സന്തോഷം കണ്ട അർണോസിൻ്റെ. അർണോസ് നേരത്തെ ചെയ്യാൻ പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യണ്ട, വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊണ്ടുവച്ചിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടാണ്. അർണോസിൻ്റെ സന്തോഷം കണ്ട ഗൈസ്. ഓ ചിരിക്കില്ല കേട്ടോ ആള്. വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ആൾ ചിരിക്കണില്ല. ഓ ജാതി ടൈറ്റ് ആക്കലാണ്. ആദ്യം വെച്ചിട്ടുള്ള കളിയാണ്. അർണോസിൻ്റെ കോൺസെൻട്രേഷൻ പോകും. അത് കാരണമാണ് ഗൈസ് അർണോസ് ഒന്നും മിണ്ടാത്ത. ടൈറ്റ് ചെയ്താ ടൈറ്റ് ആയിന്നാ തോന്നണം. അമ്പോ അതിൻ്റെ കടക്കിൽ പിടിച്ചിട്ട് ടൈറ്റ് ചെയ്താ. ആ പച്ചനാന്തമ്മ പിടിച്ചിട്ട് തിരിക്കണ്ട. ഈശോ നീ മോന്തൽ മൂത്താ പോയി ഗൈസ്. ആ അതുമ്മ പിടിച്ചിട്ട് തിരിക്കുക ചെയ്യുക. തിരിക്കിനി തിരികെ. അർണോസ് വലിയൊരു മെക്കാനിക്കായി മാറുന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. പിന്നെ എന്താ പിന്നെ നിനക്ക് ആരാവാനാ ഇഷ്ടം? എന്തെങ്കിലും ആവണല്ലേ? എന്തിട്ടാ ഇഷ്ടം എന്ന് പറയും. അതെനിക്കറിയില്ല. ഞാൻ ആവുമ്പോൾ ആയിട്ട് പറയാട്ടെ ഗൈസ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ആവും, അതായിട്ട് പറയാം ഞാൻ എന്താവുന്നുള്ളത്. ഇപ്പോൾ തൽക്കാലം ഇത് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കഴിഞ്ഞ അത് ചെറിയ പുഞ്ചിരി കാണാം അർണസിൻ്റെ. നിഷ്കളങ്കമായ പുഞ്ചിരി, പല്ലില്ലാത്ത പുഞ്ചിരി. ആർക്കെങ്കിലും അറിയുന്ന വെച്ചാൽ പറയട്ടെ. ഒരു വർഷം കഴിഞ്ഞിട്ട് പല്ല് വന്നില്ലെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടോന്ന്. അർണോസ് ടൈറ്റ് ചെയ്തിട്ട് പിന്നെ കടിച്ചിട്ടൊക്കെ ടൈറ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. ശ്രമം ഉപേക്ഷിച്ച അർണോസ് വളരെ ടഫായിട്ട് ചെയ്തിട്ടാണ് ഗൈസ്. നമുക്ക് ഉറപ്പ്. ഉറച്ചൂടാ? ഉറച്ചു. എങ്ങനെ അർണോസ് ഉറച്ചത്? ടൈറ്റ് ചെയ്ത് ഉറച്ചു. കടിയ നോക്കട്ടെ. ഫുൾ ടൈറ്റായി തോന്നുന്നുണ്ട് ഒരാൾ. അർണോസ് ടൈറ്റ് ചെയ്യാം. ടൈറ്റായി. എനിക്ക് പോലും തിരിക്കാൻ പറ്റണില്ല ഗൈസ്. നോക്ക് ഗൈസ്, എനിക്ക് പോലും തിരിക്കാൻ പറ്റണില്ല. ഫുൾ ടൈറ്റ്. അർണോസിന് തന്നെ അത്ഭുതം ഗൈസ്. നോക്കൂ അർണോസിൻ്റെ അത്ഭുതം നോക്കൂ. അർണോസിന് തന്നെ അത്ഭുതമായി ഗൈസ്. എങ്ങനെ ടൈറ്റായി അർണോസ്? ഇനി നമുക്ക് അകത്തേക്ക് പോകാം ഗൈസ്. അമ്മയുടെ തല വേണ്ട ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ഗൈസ്. എപ്പോഴും ഉറക്കമട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ടൂറ് പോക്ക് നിന്നോ, ആള് തിരിച്ചെത്തി. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം നല്ല സന്തോഷത്തിലാണ്. ഒരുപാട് എൻജോയ് ചെയ്തെന്ന് തോന്നുന്നു. വേണ്ട, ഒരുപാട് സന്തോഷം. വെറുതെ എല്ലാ ആൾക്കാരും ടൂറ് പോകണം. ടൂറ് പോയി വന്നു കഴിഞ്ഞാൽ ആർക്കൊക്കെ ഒരു സന്തോഷമാണ്. അമോസ് ഫാൻ ഓഫ് യു. വാവ്, ഇതെന്ത് സ്പൈഡർമാനോ? ആൻഡ്രോസിൻ്റെ കളിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് മുടക്കായിരുന്നു ഗൈസ്. ഇനി നാളെയും മുടക്കാണ്. നാളെ മുടക്കല്ലേ അർണസേ? നാളെ മുടക്കല്ലേ? എല്ലായിടത്തും വെള്ളം കയറി കിടക്കാണ്. അതുകൊണ്ട് എന്താണ്, നാളെയും അവധിയാണ്. ഇന്ന് അർണസ് അടിച്ച് പിടിച്ചില്ലേ? കുറച്ച് നേരമൊക്കെ ഇപ്പോൾ പഠിക്കുകയാണല്ലോ. പരീക്ഷ 2 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ കഴിയേണ്ടതാ. അർണസിൻ്റെ കയറ്റം കണ്ട, കട്ടിലപടിയുമുള്ള കയറ്റം കണ്ട ഗൈസ്. ഓ മൈ ഗോഡ്, കട്ടിലപടിയുമുള്ള കയറ്റം കാണാണ്ട് കുറേശ്ശെ. ഒരു നിഴല് പോലെ. ഒരു വെളിച്ചം പോയില്ലേ? ഒരു ട്യൂബ് ലൈറ്റ് പോയി. കയറും ചെയ്യും ഇറങ്ങും ചെയ്യും. ഇനിയൊരു പ്രശ്നമേ അല്ല. അർണസിൻ്റെ ഹൈറ്റ് ഒരു പ്രശ്നമേ അല്ല. വീട്ടിൽ തന്നെ എന്തായി പാർക്കായി. ഇത് എത്ര സിമ്പിളായിരുന്നു അർണസ്. ആവുമ്പോ പിന്നെ ആൾക്കിരിക്കാൻ കസാരൊന്നും വേണ്ട.
ആളിന് എന്ത് കട്ടപ്പടി വരുന്നുള്ളൂ. എന്താ കട്ടപ്പടിമിരിക്കും, ഒരു സ്റ്റൂള് പോലെ ഇല്ലാണ്ട്, കാണാനില്ല, പഠിച്ചില്ലാണ്ട്. കണ്ടൊക്കെ ഒരു കട്ടപ്പടിയുമായി ഇരിക്കുന്നു, ഒരു സ്റ്റൂള് പോലെ ഇല്ലാണ്ട്. അർണസിനെ കസാര പിന്നെ തൂക്കി വെക്കാം. അർണസ് അമ്മ കഷ്ടം വെച്ചിരിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ലൈറ്റ് ചേർത്താവുന്നതാ. ആൻഡ്രോസ് എന്നൊരു പാട്ട് പാടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ആൻഡ്രോസിന്റെ പാട്ട് കേൾക്കാം. പാടുക നീ എന്നും മനമേ. ഇനി മതി. രണ്ടുപേരെ ആൻഡ്രോസ് പഠിച്ചിട്ടുള്ള അത് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവളോട് ഇപ്പൊ നിർത്താൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അവളത് നിർത്തില്ല. എല്ലാവരും കൈയടിച്ച കൈയടിച്ച് പിന്നെ പാട്ട് നിർത്തണം. പിന്നെ എല്ലായിടത്തും വെള്ളം കയറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ തൊട്ട് എന്തായി, ഇന്നലെ വൈകിട്ട് തൊട്ട് മഴ പെയ്യാണ്ടായിട്ടുണ്ട്. അത് കാരണം വെള്ളം ഇറങ്ങി. പീച്ചിലാകുമ്പോൾ 125 ഇഞ്ചൊക്കെ പൊക്കിയിട്ടുണ്ടായിരുന്നു. അത് കാരണം അതിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ എന്തായി, പെട്ടെന്ന് വെള്ളം കയറിയ അവർ പോലും പ്രതീക്ഷിക്കാണ്ടാണ് വെള്ളം കയറിയാണ്. 2018 കൂടുതൽ വെള്ളം കയറിയെന്നൊക്കെയാണ് പറയുന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ് എല്ലായിടത്തും വെള്ളം കയറിക്കണത്. പിന്നെ വടക്കാഞ്ചേരിയിലൊക്കെ ഇന്നലെ വെള്ളം കയറിയിട്ട് ഭയങ്കര സീനാണ് എന്നാണ്. ബോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷിക്കാനായിട്ട്. ടൗൺ മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി. നമ്മുടെ തൃശ്ശൂർ അത്ര മോശമൊന്നുമില്ല, ടൗണിലും വെള്ളം പോയി. പിന്നെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദയാള അവിടെയൊക്കെ വെള്ളം കയറിയിട്ട് വണ്ടികളൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. 1 കിലോമീറ്ററൊക്കെ ബ്ലോക്കായിരുന്നു. പിന്നെന്താണ്, അർണസ് മരത്തമ്മ കയറിയിരിക്കുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും വെള്ളം കയറുന്നുണ്ട്. പിന്നെ ഉരുൾപൊട്ടലുണ്ട്. അപ്പോൾ വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. കുറേ പേരൊക്കെ പോയിട്ടുണ്ട്. ഭയങ്കര ഭീകരമായ അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കോഴിക്കോടും ഉരുൾപൊട്ടിയിട്ടുണ്ട്. പക്ഷെ ആർക്കും അങ്ങനെ അപകടമൊന്നുമില്ല. വയനാട്ടിൽ ഉരുൾപൊട്ടൽ വളരെ കാര്യമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് നെല്ലിയാമ്പതിയിൽ ഉരുൾപൊട്ടില്ല, അത് കാര്യം പറയും. നെല്ലിയാമ്പതിയിൽ ഉരുൾപൊട്ടിയെന്നാണ് ആരും വാർത്ത കണ്ടുപിടിച്ചിട്ടുണ്ട്. പറഞ്ഞോളൂ. നെല്ലിയാമ്പതിക്കുള്ള റോഡ് പോയി. അപ്പോൾ അത് കാരണം നെല്ലിയാമ്പതിയിലേക്ക് പോകണവർ സൂക്ഷിക്കുക. ഇനി അവിടെ പോകാൻ പറ്റില്ല, റോഡ് ബ്ലോക്കാണ്. ഒരു പ്രാവശ്യം അതേപോലെ പാലൊക്കെ ഒലിച്ച് പോയിട്ടുണ്ടായിരുന്നത്, മണലിൻ്റെ ചാക്കൊക്കെ ഇട്ടിട്ടാണ് പോയായിരുന്നത്. പിന്നെയാണ് പാലമണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും റോഡ് പോയി എന്നാണ് പറയുന്നത്. ഒരു സ്ഥലത്ത് മാത്രം. അതുപോലെ വടക്കാഞ്ചേരിയിലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡാമുകളും ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഭയങ്കരമായിട്ട് കയറുകയാണ്. ഇപ്പോൾ മഴ നിന്നാൽ കൂടി ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ലഭിക്കുമ്പോൾ എന്ത് ചെയ്യുക, അവിടുത്തെ ഡാമുകളിലേക്ക് വെള്ളം ഒഴിച്ച് വരികയും ഡാം തുറക്കുകയും ചെയ്യണം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, വെള്ളം കയറും. അപ്പോൾ അതിൻ്റെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പുലർച്ചെയാണ് വെള്ളം കയറി തുടങ്ങിയത്. പിന്നെ അവിടെ അങ്ങോട്ട് കയറി നല്ല കയറ്റായി. പുലർച്ചൊക്കെ വെള്ളം കയറുക, അരയ്ക്ക് മേളിൽ വെള്ളം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പുലർച്ചൊക്കെ വെള്ളം കയറുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മോട്ടറിൻ്റെ കാര്യം നോക്കിയില്ലേ, കിണറ്റിൽ നോക്കിയേ തന്നെ നമ്മൾ കുറച്ച് അത്യാവശ്യം കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് മഴ പെയ്യാത്ത അങ്ങനെ കുഴപ്പമില്ലായിരിക്കും. മോട്ടറിൽ ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നു. പോയി നോക്കാം, വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പോയി നോക്കാം. എന്തായാലും ഇരുട്ടായി തുടങ്ങി ഗൈസ്. പിന്നെ സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. മുല്ലപ്പെരിയാർ ഡാം ഭയങ്കര റിസ്ക് പിടിച്ചിട്ടുള്ളൊരു ഡാമാണ്. 50 വർഷം പണിയുന്ന ആൾ അതിന് കാലാവധി പ്രഖ്യാപിച്ചിട്ടുള്ളൂ. എന്നിട്ടിപ്പോൾ ഒരു 128 വർഷമൊക്കെ കഴിഞ്ഞു. പിന്നെ
വേൾഡിൽ തന്നെ റിവറിനെ വെച്ചിട്ടുള്ളൊരു സംഘടന റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച ഡാമും മുല്ലപ്പെരിയാർ ഡാമാണ്. പിന്നെ അത് ഉണ്ടാക്കിയിരിക്കുന്നത് സുർക്കി മിശ്രിതം വെച്ചിട്ടാണ്. ഇന്നത്തെ സിമെൻ്റ് എന്ന് പറയുന്നത് സുർക്കിയെക്കാട്ടും 6 ഇരട്ടി സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. അപ്പം അത്രയും ഏത് സിമെന്റ് ഉറപ്പ് കൂടുതൽ സിമെൻ്റ് ഉറപ്പ് കൂടുതൽ, അതിൽ കൂടുതൽ മിശ്രിതമല്ലേ. അതെ, അപ്പം അത്രയും ഡേഞ്ചറിലാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത്. അപ്പൊ സുർക്കിക്ക് ഉറപ്പില്ല, സിമെന്റിനെക്കാട്ടും ഉറപ്പ് കുറവാണ് സുർക്കിക്ക്. അതുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഉണ്ടാക്കി വെച്ചിരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. 129 കൊല്ലത്തിനെക്കാട്ടും കൂടുതലായി മുല്ലപ്പെരിയാർ ഡാം പണിതിട്ട്. അതിനെക്കുറിച്ച് ആരും സംസാരിക്കണില്ലേ. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇപ്പോൾ എന്തെങ്കിലും അപകടമായിട്ട് പറയുന്നതിനെക്കാട്ടും നല്ലതല്ല അതിനെക്കാട്ടും മുമ്പ് പോയി പറയുന്നത്. ഇപ്പോൾ നമ്മുടെ അർജുനെ കുറിച്ച് പറയുകയാണ്. അർജുനെ കുറിച്ച് ഒരു 10-12 ദിവസം മീഡിയക്കാർ അതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ അവർ മാറി തുടങ്ങി. പക്ഷേ നടക്കാൻ പോണ ഒരു അപകടം എന്ന് പറയുന്നത് ഈ മുല്ലപ്പെരിയാറാണ്. അതെന്ന് പറഞ്ഞാൽ 30-35 ലക്ഷം അവർ പറയുന്നുണ്ട്. അത് വെറുതെ കടലാസിൽ പറഞ്ഞ കണക്കാണ്. പക്ഷേ അതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ 6 ജില്ലകളെ വളരെ ശക്തമായിട്ട് എഫക്റ്റ് ചെയ്യും. 6 ജില്ലകളിൽ ഈ പറയുന്ന അപകടം എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പറഞ്ഞാൽ ഈ സമയത്ത് മഴ കൂടുക തന്നെ ചാലക്കുടി പുഴയും പിന്നെ പെരിയാറ് അതുപോലെ എല്ലാ പുഴകളും എന്താണെന്ന് അറിഞ്ഞിരിക്കും. അപ്പോൾ ഈ മുല്ലപ്പെരിയാറ് പൊട്ടുമ്പോൾ മുല്ലപ്പെരിയാറ് മാത്രമല്ല പൊട്ടുക, അതിൻ്റെ താഴെ എന്തുണ്ട്, ഇടുക്കി ഡാമുണ്ട്. 45 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യും, അവിടുത്തെ വെള്ളം ചെളി മരങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇടുക്കി ഡാമിലെത്തും. അപ്പോൾ ഇടുക്കി ഡാം ഓൾമോസ്റ്റ് നടന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താണ്, അതും കൂടിയും ചേർന്ന് പൊട്ടും. പിന്നെ അതിൻ്റെ താഴത്തുള്ള എല്ലാ ഡാമുകളും പടപടാന്ന് പറഞ്ഞ് പൊട്ടും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, 6 ജില്ലേനെ പകരം ചിലപ്പോൾ 7 ജില്ല വരെ പോകും. ഓക്കെ, അപ്പോൾ ഇതിന് താഴെയുള്ള ആൾക്കാരുകളൊന്നും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ബോധവാന്മാരല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റണം. അല്ലെങ്കിൽ എല്ലാവരും കൂടി പ്രതിഷേധിച്ച് എങ്ങനെയെങ്കിലും ഒരു ഡാം പണിയേണ്ട ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, റസൽ ജോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത്. ആൾ മാത്രമാണ് ഇതിനെ കാര്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി ആരും ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്നില്ല, ആരും ഇതിന് വേണ്ടത്ര സപ്പോർട്ടുകൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഓരോരുത്തരും ഇതിന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു അപകടം ഉണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മുമ്പ് നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പരമാവധി എല്ലാവരിലേക്കും എന്ത് ചെയ്യുക, ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അപകട ഭീഷണിയെ കുറിച്ച് എത്തിക്കുക എന്നുള്ളതാണ്. സംസ്കാരം റഷായി. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡാം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ചിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നത്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വെള്ളത്തിൽ ഇപ്പോഴത്തെ ഈ നമ്മുടെ പീച്ച് ഡാം തുറന്നപ്പോഴന്നെ എന്ത് ഒരുപാട് വീടുകളിലേക്ക് വെള്ളം കയറിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഈ ഡാം പൊട്ടിയുള്ള അവസ്ഥ പറയണ്ടല്ലോ. അപ്പോൾ പീച്ച് ഡാം തുറക്കുമ്പോഴേക്കും തൃശ്ശൂർ നിൽക്കാൻ പറ്റണില്ല. അങ്ങനെയാണെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടി കഴിഞ്ഞാൽ ഇത്രയും 800-900 മീറ്ററിന് മുകളിലാണ് ഈ ഡാം നിൽക്കുന്നത്. അവിടെ നിന്ന് പൊട്ടി വരുമ്പോൾ അതിൻ്റെ തീവ്രത പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ വയനാട് തന്നെ ഉരുൾപൊട്ടിയിട്ട് എത്രയോ 10-250 കുടുംബങ്ങളാണ് അത് എഫക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനെക്കാട്ടും വലിയ ഭീകരമായ സാധനമാണ് നമ്മുടെ ജലബോംബാണ് നിൽക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞിട്ട് ജലബോംബാണ് നമ്മുടെ മുകളിൽ നിൽക്കുന്നത്. ഭയങ്കര റിസ്ക്കാണ്. എല്ലാ മീഡിയക്കാരും ശരിക്കും എന്താണ് ഫോക്കസ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ്. ഓക്കെ, രാഷ്ട്രീയപരമായിട്ടല്ല, ഒന്നുപരമായിട്ടല്ല, മനുഷ്യത്വപരമായി മാത്രമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഓക്കെ, ഭയങ്കര റിസ്ക്കാണ്. എന്തെങ്കിലും അപകടം ഉണ്ടായിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മുമ്പ് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാമെന്നാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ പൊട്ടി കഴിഞ്ഞാൽ പിന്നെ കേരളമില്ല. കാരണം വെച്ചാൽ 6 ജില്ലകൾ എഫക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ കേരളത്തിൻ്റെ പകുതിയായി. ഇപ്പോൾ 3.5 കോടി ജനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി ജനങ്ങളെ ഇത് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ അതിൽ അപകടങ്ങളായിട്ട് എന്ത് ചെയ്യും, കുറേ പേര് ഒലിച്ചു പോകും, കുറേ പേര് മരണപ്പെടും, കുറേ പേര് അംഗവൈകല്യം ഇല്ലാണ്ടാവും. ഇപ്പോൾ തന്നെ വയനാട്ടിലെ ഓരോ റെസ്ക്യൂ ചെയ്യണ സമയത്ത് തന്നെ പലരും പകുതിയൊക്കെ ആയിട്ടാണ് ബോഡി എടുക്കണം. ശരീരങ്ങളൊക്കെ പകുതിയൊക്കെ ആയിട്ടാണ്. അതേപോലെ അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാവും. ലിബിയയിൽ കഴിഞ്ഞ വർഷത്തിൽ എന്തുണ്ടാവും, ഡാം പൊട്ടിയിട്ടുണ്ടായിരുന്നു. പഴക്കം ചെന്ന ഡാം തന്നെയായിരുന്നു. ആദ്യം ഒരു ഡാം പൊട്ടി, അതിൻ്റെ താഴെയുള്ള ഒരു ഡാം പൊട്ടി, അങ്ങനെ ഒരു 10-30,000 പേര് അപ്പോൾ തന്നെ മരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡാമിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒലിച്ചു പോകുന്നത് കൂടാണ്ട് എന്ത് ചെയ്യും, പകർച്ചവ്യാധികൾ വളരെ പെട്ടെന്ന് പകരും. അതെന്ത് ചെയ്യും, ബാക്കിയുള്ളവരിലൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ ആൾക്കാർ തന്നെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്ന് പറയുമ്പോൾ കേരളം എന്ന് പറഞ്ഞ സാധനം പിന്നെ ഇല്ലാണ്ടാവും. കേരളം എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ടാവും. ഇപ്പോൾ കൊച്ചി എന്തായാലും കൊച്ചിയിലാണ് നമ്മുടെ സാംസ്കാരിക നഗരം. അതിലെ എല്ലാ സാധനങ്ങളും പോകും. നമ്മുടെ എയർപോർട്ടും മെട്രോയും ലുലും എല്ലാം പോകും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എഫക്റ്റ് ചെയ്യും.
എല്ലാ പ്രമുഖ വ്യക്തികളെയും രാഷ്ട്രീയ പാർട്ടികളെയും സിനിമാ താരങ്ങളെയും എല്ലാവരെയും ഫാമിലിനെ ഇത് എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ബന്ധുമിത്രാദികളെ എല്ലാവരെയും എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർ വരെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. അപ്പോൾ ഇവരൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ഇതിലെന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു വീഡിയോ ചെയ്യുന്നതാണ്, ആ വീഡിയോ ഞാൻ ചെയ്യുന്നു. അപ്പോൾ അതുപോലെ എല്ലാവരും വീഡിയോ അല്ലെങ്കിൽ പരമാവധി ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും എത്തിക്കുക. വളരെ വലിയ ഭീഷണിയാണ് നമ്മുടെ തലയ്ക്ക് മേലെ നിൽക്കുന്നത്. പിന്നെ പൊട്ടി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ കരഞ്ഞിട്ടും തപ്പി പിടിച്ചിട്ടും ഡെഡ് ബോഡികൾ തപ്പി പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ തപ്പി പിടിക്കാൻ പറ്റില്ല. ഇത്രയും ആൾക്കാരെ എന്തൊരു ചെയ്യാനാണ് തപ്പി പിടിച്ചിട്ട്. പിന്നെ ഒരു പരന്ന സ്ഥലം മാത്രമേ കാണുള്ളൂ. ഈ സാധനം പൊട്ടിക്കഴിഞ്ഞാൽ അത്രയും ഫോഴ്സിലാണ് വെള്ളം വരിക. ബോംബിനെക്കാട്ടും 150 ഇരട്ടിയിലാണ് എഫക്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും അവയറാവുക, എല്ലാവരും പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ശ്രമിക്കുക. എങ്ങനെയെങ്കിലും ഒരു പുതിയ ഡാം പണിയുക നമ്മുടെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തൃശ്ശൂരാണ്. നമ്മുടെ തൃശ്ശൂർ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്ന എനിക്കറിയില്ല, പക്ഷേ എന്തായാലും എഫക്റ്റ് ചെയ്യുമായിരിക്കും. ഈ സാഹചര്യത്തിൽ തൃശ്ശൂർ എന്നല്ല മലപ്പുറം എല്ലാ ഭാഗത്തും ചിലപ്പോൾ എഫക്റ്റ് ചെയ്യും. അത്രയ്ക്കധികം വെള്ളം വരും. ഈ വെള്ളം വന്നിട്ട് കടലിലേക്ക് പോകും. കടലിൽ ഇത്രയധികം വെള്ളം വന്നു കഴിഞ്ഞാൽ തിരിച്ചടിക്കും. അപ്പോൾ എഫക്റ്റ് ചെയ്യാത്ത ഭാഗം കൂടി പിന്നെ എഫക്റ്റ് ആവും. അത്രത്തോളം എഫക്റ്റാണ്. ഭയങ്കര ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ആൾക്കാരൊന്നും രാഷ്ട്രീയ പാർട്ടി ഒരു സമയത്ത് ഇത് വലിയ സംഭവമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ കാര്യമൊക്കെ കഴിഞ്ഞപ്പോൾ ആരും അത് ശ്രദ്ധിക്കാണ്ടായി. പക്ഷെ ഇത് മനുഷ്യൻ്റെ അവസ്ഥയാണ്. പരമാവധി എല്ലാവരും ഇതിനെ എല്ലാവർക്കും എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ അവസാനിക്കാണ്. ബായ്. 6 മാസം ഇവിടെ പൊട്ടു തോന്നുകൊണ്ടിരിക്കുന്നു. ബൈ 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 ബൈ. രോഗിയായാലും കിടന്നുകൊണ്ട് ബായ് പറയുന്നു കൈസ്. ഞാൻ സ്വിച്ചുമ്പോൾ കളിക്കണം കൈസ്. അപ്പോൾ ഇന്ന് ഈ ദീവിനൊക്കെ ഇവിടെ അവസാനിക്കുന്നു. ബായ്.